അങ്ങനെ കോളേജിൽ നമ്മൾ ലീവ് എടുത്ത് വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ കൊച്ചിലോട്ടാണ് പോകുന്നത്. കൊച്ചിലൊരു അമ്മായി നമ്മളെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും. ഞാനും എൻ്റെ അമ്മയും സ്കൂട്ടറിന് പള്ളുരുത്തിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കാറിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇത് അവിടെയുള്ള പൂച്ചയാണ് ബ്ലാക്കി. ഈ കാണുന്ന സെറ്റപ്പ് എല്ലാം ഇവൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ എല്ലാവരും റെഡിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ. പള്ളൂരത്തിൽ നിന്ന് കൊച്ചിയിലോട്ട് അത്ര ഡിസ്റ്റൻസ് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്തും. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊച്ചിയിലെത്തി. നമ്മുടെ ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ അമ്മായിക്ക് കുറെ പൂച്ചയൊക്കെ ഉണ്ട്. പൂച്ചേന്റെ പേര് ഐഷ, പുറത്തോട്ട് നോക്കിക്കണവളുടെ പേര് ഐഷ. അങ്ങനെ കുറച്ചേരം നമ്മൾ അകത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയേ. ബിരിയാണി ഉണ്ടായിരുന്നു, കുഴിമന്തി ഉണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയും കുഴിമന്തിയൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഇനി നമ്മൾ പോണത് ഈ സ്കൂട്ടറിൽ പോണിക്കാക്ക എൻ്റെ വൈഫ് ഹൗസിലോട്ടാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ 2 കുഞ്ഞ് എലിക്കുട്ടന്മാരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ കാണാനാണ് ആദ്യം തന്നെ പോയത്. കുറേ നേരം അതിനെ കളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അവർ ചായയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഫോട്ടോ വെച്ച് വന്നാൽ മെയിനായിട്ട് നമ്മൾ എല്ലാവരും പോണ സ്ഥലമുണ്ട്, ഫോട്ടോ വെച്ച് ബീച്ച്. നമ്മൾ അങ്ങോട്ടാണേ പോകുന്നത്. പണ്ട് ഫോട്ടോ വെച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ കളിക്കുക അങ്ങനത്തെ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ മെയിനായിട്ട് ഫോട്ടോ വെച്ച് വരുന്നത് ഡോൾഫിനെ കാണാൻ. വെള്ളത്തിലോട്ട് നോക്കി ഇന്ന് ഡോൾഫിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത്. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ ബാക്കിൽ തോക്കും പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ വാപ്പി. പിന്നെ ഒരു മോരിസോടയും കുടിച്ച് കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ രാവിലെ വന്ന് അമ്മായിൻ്റെ അടുത്ത് കണ്ടപ്പോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ ഈ പൂച്ച നിൽപ്പുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാനതിനെ വീട്ടിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇതിനെ കിട്ടിയപ്പോൾ തന്നെ കുറേ വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് പള്ളൂരത്തിലെത്തി. അവിടുത്തെ പൂച്ചേൻ്റെ ബാഗിൽ ഇവളെയും കയറ്റി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു.